ഒരു സംശയം ചോദിക്കട്ടെ. ഈ കാറിന്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ശോഭാ സുരേന്ദ്രൻ ഇരിക്കുന്ന കാറിൽ ആ പണം നൽകുന്ന സ്ത്രീയാണ് എന്ന് സംശയം തോന്നിപ്പിക്കുന്നു. കാരണം അവര് മുല്ലപ്പൂവൊക്കെ വെച്ചിരിക്കുന്ന ഒരു പടമാണ്. അപ്പൊ ആ കാറിൽ തന്നെ ഉണ്ടായിരുന്നു ആ സ്ത്രീ എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരു ക്ലാരിറ്റി വരുത്താമോ? അല്ല, അതെങ്ങനെയാണ് ഉണ്ടായിരിക്കുക? എന്റെ കാറിലില്ലാത്ത തെളിവുണ്ട് ശോഭാ സുരേന്ദ്രൻ. അവരിട്ട, അതായത് ആ പണം നൽകിയ സ്ത്രീ ഇട്ട അതേ ഡ്രസ്സും അതേ സ്ത്രീ താങ്കളുടെ കാറിൽ ഇരിക്കുന്നതിന്റെ തെളിവുണ്ട്, ആ ദൃശ്യമുണ്ട്. അപ്പൊ അതിനർത്ഥം സൈബർ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട് ആണെന്നാണോ താങ്കൾ പറയുന്നത്? അപ്പൊ താങ്കൾ ആ കാറിലുള്ളത് അത് AI ആണോ? എന്റെ കാറിൽ ഇന്ന് രാവിലെ മുതൽ യാത്ര ചെയ്യുന്നത് ഞാനും ശ്രീമതി പ്രമീള ശശിധരനുമാണ് ഡ്രൈവറും. വേറെ ഒരാളും ഞങ്ങളുടെ കാറിനകത്തില്ല. ഈ പ്രമീള ശശിധരനാണോ പണം നൽകിയത്? എങ്ങനെ പ്രമീള ശശിധരനെ നിങ്ങൾക്കറിയില്ലേ? പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള സാരി ഉടുത്തുകൊണ്ട് എന്റെ കൂടെ യാത്ര ചെയ്യുന്ന. അപ്പൊ ഈ വെള്ള ചുരിദാറിട്ട ആളാരാണ് കാറിലിരിക്കുന്ന? വെള്ള ചുരിദാറിട്ട ആളാണെന്ന് ഞാനാണോ പറയേണ്ടത്? അത് കോൺഗ്രസ്സുകാരോട് ചോദിക്കണം. താങ്കളുടെ കാറിലുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. നമുക്ക് ദൃശ്യങ്ങളിൽ മാത്രമാണ് അറിയുന്നത് ശോഭാ സുരേന്ദ്രൻ കാറിൽ അങ്ങനെ ഒരാളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മാധ്യമ പ്രവർത്തകരുടെ താല്പര്യം എന്താണ്? ഈ കാര്യത്തിന്റെ സത്യസന്ധത ബോധ്യപ്പെടണമെന്നാണോ? അല്ല, പണം കൊടുത്ത് വോട്ട് ചോദിക്കുന്നതിന് ഞങ്ങൾ എതിരാണ്. മാധ്യമ പ്രവർത്തകർ എല്ലാ കാലത്തും എതിരാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ക്ലാരിറ്റി വരുത്തുക. നോക്കൂ, ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയല്ല, 10ാമത്തെ ഇലക്ഷനാണ് എന്റെ. അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞാൻ നിൽക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത മാധ്യമ ലോകത്തിനുണ്ടോ ഇല്ലയോ? ഇതാണ് എന്റെ ചോദ്യം. താങ്കൾ പറയുന്ന കാര്യം തെറ്റാണോ ശരിയാണോ, ഇല്ലെങ്കിൽ താങ്കളുടെ ഭാഗം ന്യായീകരിക്കേണ്ടതും അത് തെളിയിക്കേണ്ടതും താങ്കളുടെ ഉത്തരവാദിത്വമാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല. പക്ഷേ ഞങ്ങൾക്ക് ശരി, ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യം മാത്രം പറയൂ. കാറിലുണ്ടായിരുന്ന പണം കൊടുത്ത സ്ത്രീ എങ്ങനെ ശോഭാ സുരേന്ദ്രന്റെ കാറിലെത്തി? എന്റെ കാറിൽ അത്തരത്തിൽ ഒരു സ്ത്രീ എത്തില്ല. അപ്പൊ ഈ ദൃശ്യങ്ങൾ കള്ളം പറയുന്നു. ഒറ്റ ചോദ്യം കൂടി ശോഭാ സുരേന്ദ്രൻ, അന്ന് ആ കോൺഗ്രസ് പ്രവർത്തകരോട് തർക്കിക്കുന്ന ആ വീഡിയോ, ആ ദൃശ്യം പകർത്തുന്ന സമയത്ത് ഒപ്പമുണ്ടായിരുന്ന ആളും ശോഭാ സുരേന്ദ്രൻ മാത്രമാണോ ആ കാറിലുണ്ടായിരുന്നത്? എന്റെ കാറിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ കാറിനകത്ത് ഞങ്ങൾ 3 പേരാണ് ഇന്ന് രാവിലെ മുതൽ യാത്ര ചെയ്യുന്നത്. ഈ കാറിനകത്ത് നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് അവരോട് തർക്കിക്കുന്നത്. ആ മൂന്നാമത്തെ ആളായിരുന്നു? ബാക്ക് സീറ്റിലുണ്ടായിരുന്ന ആളായിരുന്നു. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് അവരോട് തർക്കിക്കുന്ന സമയത്ത് ബാക്കി വിഷ്വലുകൾ അവരുടെ വിഷ്വലാണ് എന്റെ ഡ്രൈവർ എടുത്തിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം. അത് മനസ്സിലായി. ശോഭാ സുരേന്ദ്രന്റെ കാറിൽ ഒരാളുണ്ട്, വൈറ്റ് ഡ്രസ് ഇട്ട ഒരാളുണ്ട്. അത് പ്രമീളയല്ല. കാറിൽ അങ്ങനെ വൈറ്റ് ഡ്രസ് ഇട്ട ഒരാളില്ല. താങ്കൾക്ക് ഈ ദൃശ്യം അയച്ചു തരട്ടെ? തരൂ. അപ്പോൾ നിങ്ങൾ 2 പേർ മാത്രമാണ് അന്ന് കാറിലുണ്ടായിരുന്നത്? എങ്ങനെ? നിങ്ങൾ 2 പേർ മാത്രമാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്ന കാറിലുണ്ടായിരുന്നത്? എന്റെ കാറിനകത്ത് ഞാനും ശ്രീമതി പ്രമീള ശശിധരനും മാത്രമേ ഉള്ളൂ. ഓക്കെ.